നമ്മൾ വായിച്ചു വരുന്നത്. അൽഹംദുലില്ലാ അതിൻ്റെ അവസാന ഭാഗത്തിലാണ് നമ്മളുള്ളത്. നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ്, ഔദാര്യം കൊണ്ടാണ്, നമ്മളുടെ കർമ്മങ്ങൾ കൊണ്ടല്ല എന്നതാണ്. അദ്ദേഹം എഴുതി അൽ മബ്ഹസു സാനി, രണ്ടാമത്തെ ചർച്ച, ദുഖൂലുൽ ജന്നതി ബിറഹ്മത്തില്ലാ ലാ ബിൽ അമൽ. സ്വർഗപ്രവേശനം അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ്, കർമ്മം കൊണ്ടല്ല. ഇതിൽ ഒന്നാമത്തെ ചർച്ച നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. ഏതാനും ചില അമലുകൾ നമ്മൾ വിശദീകരിച്ചു. ആ കർമ്മങ്ങളെല്ലാം നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കർമ്മങ്ങളാണ് എന്ന് വിശദീകരിച്ചു. അൽഹംദുലില്ലാ ആ പാഠത്തിലെ രണ്ടാമത്തെ ചർച്ചയാണിത്. ഈ ചർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം കൊണ്ടുവരുന്നത് ഒരു ഹദീസാണ്. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാരിബു വസദ്ദിദു വഅലമു അന്നഹു ലൻ യൻജു അഹദും മിൻകും ബിഅമലി. ഖാലു യാ റസൂലല്ലാഹ് വലാ അൻത ഖാല വലാ അന ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫദ്ലിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയാണ്, ഖാരിബു, നിങ്ങൾ മധ്യമ നിലപാട് സ്വീകരിക്കുക, പരമാവധി ലക്ഷ്യത്തോടടുക്കുക. നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഖാരിബു, പരമാവധി നിങ്ങളത് പ്രവർത്തിക്കാൻ തയ്യാറാകുക. ലക്ഷ്യത്തോട് അടുക്കാൻ വേണ്ടി നിങ്ങൾ പരമാവധി ശ്രമിക്കുക. വസദ്ദിദു, നിങ്ങൾ നേരെയാക്കുക, നിങ്ങളുടെ കർമ്മങ്ങളെ നേരായ വഴിയിൽ ആക്കുക. അതായത് നിങ്ങൾ നേരായ പാതയിൽ ഉറച്ചു നിൽക്കുക, കർമ്മങ്ങളിൽ കൃത്യത പാലിക്കുക. തസ്ദീദ്, ശരിയാക്കുക, കൃത്യത പാലിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിലാണ് ഇത് പറയുന്നത്. നമ്മുടെ കർമ്മങ്ങൾ അത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണങ്ങളാണ്. അപ്പോൾ കർമ്മങ്ങളെ കൃത്യമാക്കുക എന്നുള്ളത് സ്വർഗം ആഗ്രഹിക്കുന്നവരുടെ മേൽ ബാധ്യതയാണ്. വളരെ ഗൗരവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് വാചകങ്ങൾ പറയുന്നത്. ഖാരിബു വസദ്ദിദു, നിങ്ങൾ ലക്ഷ്യത്തോടടുക്കാൻ പരമാവധി പരിശ്രമിക്കുക, കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പരമാവധി പരിശ്രമിക്കുക. വസദ്ദിദു, നിങ്ങൾ മിതത്വം പാലിക്കുക, നിങ്ങൾ കൃത്യത പാലിക്കുക. അതുപോലെ തന്നെ നേരായ പാതയിൽ ഉറച്ചു നിൽക്കുക. വഅലമു, നിങ്ങൾ അറിയണം, അന്നഹു ലൻ യൻജു അഹദും മിൻകും ബിഅമലിഹി, നിങ്ങൾ ആരും തന്നെ കർമ്മങ്ങൾക്ക് പകരമായി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. ലൻ യൻജു അഹദും മിൻകും, നിങ്ങളിൽ നിന്നും ഒരാളും തന്നെ രക്ഷപ്പെടുകയില്ല, ബിഅമലിഹി, അവന്റെ കർമ്മങ്ങൾക്ക് പകരമായി. അപ്പോൾ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് വലാ അൻത, താങ്കളും അങ്ങനെ തന്നെയാണോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ അന, അതെ, ഞാനും എൻ്റെ കർമ്മങ്ങൾക്ക് പകരമായി രക്ഷപ്പെടുകയില്ല. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫദ്ലിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ടും ഫദ്ൽ കൊണ്ടും എന്നെ പൊതിഞ്ഞാലല്ലാതെ. ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് കർമ്മങ്ങൾക്ക് പകരമുള്ളതല്ല സ്വർഗം. കർമ്മങ്ങൾക്ക് പകരമുള്ളതല്ല സ്വർഗം, മറിച്ച് സ്വർഗം അല്ലാഹു നൽകുന്ന ഔദാര്യമാണ്, അല്ലാഹുവിന്റെ റഹ്മത്താണ്. മറിച്ച് കർമ്മങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണങ്ങളാണ്. സ്വർഗപ്രവേശനത്തിനുള്ള കാരണം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ കർമ്മങ്ങളെ സംബന്ധിച്ച് പറയാറുള്ളത് അൽ അമാലു മിൻ അസ്ബാബി ദുഖൂലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ് കർമ്മങ്ങൾ എന്നാണ്.
മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദ്ദിദു, നിങ്ങൾ നേരായ വഴിയിൽ ഉറച്ചു നിൽക്കുക, കൃത്യത പാലിക്കുക. വഖാരിബു, പരമാവധി ലക്ഷ്യത്തോട് അടുക്കുക, മധ്യമ നിലപാട് സ്വീകരിക്കുക. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സാധിക്കും വിധം നിങ്ങൾ ചെയ്യുക. വഅബ്ശിറു, നിങ്ങൾ സന്തോഷ വാർത്ത അറിയുക. ഫഇന്നഹു ലാ യുദ്ഖിലു അഹദൻ അൽ ജന്നത അമലു, നിങ്ങൾ ഒരാളെയും അവന്റെ കർമ്മം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന്. ഖാലു, അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വല അൻത യാ റസൂലല്ലാഹ്, താങ്കളെയും താങ്കളുടെ കർമ്മങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ലേ? ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല അന, ഞാനും എന്റെ കർമ്മവും എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. ഇല്ലാ യതഗമ്മദനി അല്ലാഹു ബിമഗ്ഫിറത്തിൻ വറഹ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് കൊണ്ടും റഹ്മത്ത് കൊണ്ടും എന്നെ പൊതിഞ്ഞാലല്ലാതെ. വഫീ ലഫ്ലിൻ, വേറൊരു റിപ്പോർട്ടിലുള്ളത്, വേറൊരു ലഫ്ദിൽ വന്നത്, വഅലമു, നിങ്ങൾ അറിയണം, അന്ന അഹബ്ബൽ അമലി ഇലല്ലാഹ് അദ്വമുഹു വഇൻ ഖല്ല, അല്ലാഹുവിന്റെ അടുക്കൽ ഏറെ പ്രിയപ്പെട്ട കർമ്മം അത് നിത്യമായി ചെയ്യുന്ന കർമ്മമാണ്, അത് വളരെ കുറഞ്ഞതാണെങ്കിലും ശരിയെന്ന്. ഈ ഹദീസുകളും ഇതുപോലുള്ള ഹദീസുകളെല്ലാം വിശദീകരിച്ചിട്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഈ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ കൃത്യതയോടെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്. നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്, പല നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ആ വക കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ, ഫോളോ ചെയ്യാൻ, ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക എന്നതാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല എന്നതാണ്, തീരുമാനിക്കാനില്ല എന്നതാണ്. കൽപ്പിക്കപ്പെട്ട കാര്യം ചെയ്യുക. എന്തിനു ചെയ്യുന്നു? അള്ളാഹു കൽപ്പിച്ചത് കൊണ്ട്. എന്തിനു ഉപേക്ഷിക്കുന്നു? അള്ളാഹു നിരോധിച്ചത് കൊണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു തീരുമാനവുമില്ല, ഒരു കൈകടത്തലും നമുക്കില്ല. സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിന്, എന്തിനാണ് എല്ലാം അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തിയതെങ്കിൽ നമ്മൾ അമൽ ചെയ്യുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അമലു, നിങ്ങൾ അമൽ ചെയ്യുക. അതായത് നിങ്ങൾ കൽപ്പിക്കപ്പെട്ടത് അമൽ ചെയ്യാനാ, അത് നിങ്ങൾ ചെയ്യുക. അതിനപ്പുറത്തേക്ക് വേറൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിക ലഹ്, ഓരോരുത്തരും എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് എളുപ്പമാക്കപ്പെടും. സ്വർഗത്തിലേക്ക് വേണ്ടിയാണ് നിയോഗിക്കപ്പെട്ടതെങ്കിൽ, സൃഷ്ടിക്കപ്പെട്ടത് എങ്കിൽ അവന്റെ കർമ്മങ്ങൾ സ്വർഗത്തിലേക്കുള്ള കർമ്മങ്ങളായിരിക്കും. നരകത്തിലേക്കാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ അവന്റെ കർമ്മങ്ങൾ നരകത്തിലേക്കുള്ളതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നേരത്തെയല്ല എഴുതിയിട്ടില്ലേ നമ്മൾ എന്തിന് അമൽ ചെയ്യുന്നു പോലുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. നിങ്ങളോട് അത് ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളോട് പറഞ്ഞത് എന്താ? ചെയ്യുക. യഅമലു, നിങ്ങൾ അമൽ ചെയ്യുക, കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ വെടിയുക, അങ്ങനെ ജീവിക്കുക. ഇസ്തിഖാമത്താണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ഈമാനിന് ശേഷം സ്വാലിഹായ അമലുകൾ ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്തിഖാമത്തോടു കൂടി നമുക്കതിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, നമ്മുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തവർ, അതാണ് വലിയ തൗഫീഖ്, ഇസ്തിഖാമത്ത്. അതാണ് സദ്ദിദു, നിങ്ങൾ നേരെ ചൊവ്വെ നിലകൊള്ളുക. മരണം വരെ ഈമാനും അമലു സാലിഹാത്തും കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അല്ലാതെ അക്ക് നേരത്തെ എഴുതിയതല്ലേ, അതങ്ങനെയല്ലേ, ഇതിങ്ങനെയല്ലേ, ഞാൻ എന്തിനു ചെയ്യുന്നു എന്ന ചോദ്യങ്ങളുമായി മുന്നോട്ട് പോയാൽ നിഷേധത്തിലേക്കാണ് ചെന്നെത്തുക. നേരെ മറിച്ച് എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പ്രഖ്യാപിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. ഈ ആയത്തിൽ വിശദീകരിച്ചിട്ട് ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്-സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അയ്യഅതറഫു വനതഖു
വറളു ബിറുബൂബിയ്യത്തില്ലാഹി തആല സുമ്മസ്തഖാമു, എന്നിട്ട് ഈ നിന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് അംഗീകരിക്കുകയും അതിനെ നാവ് കൊണ്ട് പ്രഖ്യാപിക്കുകയും തൃപ്തിപ്പെടുകയും എന്നിട്ട് സുമ്മസ്തസ്ലമു ലി അംരില്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങുകയും ചെയ്താൽ സുമ്മസ്തഖാമു അലസ്സിറാത്തിൽ മുസ്തഖീം, മുസ്തഖീമായ ശരിയായ പാതയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ ഇൽമൻ വഅമലൻ, അങ്ങനെ ചെയ്യുന്നതിനാണ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് റബ്ബ് അല്ലാഹു ആണെന്ന് അംഗീകരിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്ത് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. അപ്പോൾ മലക്കുകൾ ഇറങ്ങും, അവരോട് പറയും, നിങ്ങൾ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പേടിക്കണ്ട, കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് ദുഃഖിക്കുകയും വേണ്ട, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിഞ്ഞുകൊള്ളുക എന്ന്. അവർക്കാണ് സന്തോഷ വാർത്തയുള്ളത് എന്ന്. അപ്പോൾ ഇസ്തിഖാമത്താണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അത്ഭുതപ്പെടരുത്. എൻ്റെ കർമ്മങ്ങൾ, ഞാൻ ഇന്ന കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തായാലും സ്വർഗത്തിൽ പോകും എന്ന് തീരുമാനിച്ചിരിക്കരുത്. നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നിത്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എല്ലാ ദിവസവും അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചിട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. അതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ കർമ്മങ്ങളുടെ വലിപ്പം നോക്കിയിട്ട് ഞാൻ ഇന്ന കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അവിടെ ഞാൻ ഭയങ്കര സംഭവമാണ്, എൻ്റെ കർമ്മങ്ങൾ എനിക്ക് മതിയായതാണ് സ്വർഗത്തിൽ പോകാൻ എന്ന് ഊറ്റം കൊള്ളരുത്. അത് നമ്മളെ വൈകളിലേക്കാണ് കൊണ്ടെത്തിക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പറയുന്നത്. പിന്നെ ഈ കർമ്മങ്ങളൊക്കെ എന്താണ്? സ്വർഗപ്രവേശനത്തിനുള്ള കാരണങ്ങളാണ്. അപ്പൊ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഈ കർമ്മങ്ങൾ ആവശ്യമാണ്. ഈ കർമ്മങ്ങളെല്ലാം നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്. അതാണ് ഈ ഹദീസിൽ വന്ന നിങ്ങളുടെ അമലുകൾ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞത്. ആ ബിക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞ വിശദീകരണം, ആ ബി മുഖാബലയുടെ ബി ആണ്, ബാഉൽ മുഖാബല. കർമ്മങ്ങൾക്ക് പകരമായി എഴുവലായി നിങ്ങൾക്ക് സ്വർഗം കിട്ടുകയില്ല, മറിച്ച് നിങ്ങൾക്ക് സ്വർഗം കിട്ടും കർമ്മങ്ങൾ കാരണമായി. അതാണ് ആയാത്തുകളിൽ വന്ന കുറെ ആയത്തുകളിലുണ്ട്, ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ കാരണമായി. ബിമാ, ആ ബി സബബുൽ സബബിന്റെ ബാ ആണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അതായത് നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന് കാരണമായി നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് ഇസ്ബാത്ത് ചെയ്യുന്ന ബാഉ സബബാണ്. നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ നഫീന്റെ ബാഉൽ മുഖാബലയാണ്. അപ്പോൾ കർമ്മങ്ങൾക്ക് പകരമായി അല്ല നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, കർമ്മങ്ങൾ കാരണമായാണ് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. കർമ്മങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സബബാണ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹുവിന്റെ തൗഫീക്ക് വേണം, അള്ളാഹിന്റെ റഹ്മത്ത് വേണം, അള്ളാഹു ഔദാര്യം ചെയ്യണം. ആ ഔദാര്യമാണ് അള്ളാഹു സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകുക എന്നത്. അപ്പൊ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീക്ക് കിട്ടിയാൽ ആ സൽക്കർമ്മങ്ങളിലൂടെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും എന്ന്. അപ്പൊ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്കാണ് നമുക്ക് കിട്ടേണ്ടത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് വിശദീകരിച്ചിട്ട് പറഞ്ഞെങ്ങനെയാണ്, വഫി ലാഹിരി ഹാദിഹിൽ അഹാദീസ്, ഈ ഹദീസിന്റെ ലാഹിറിലുണ്ട് ദലാലത്തുൻ ലി അഹ്ലിൽ ഹഖ്, സത്യത്തിന്റെ ആൾക്കാർക്ക് തെളിവുണ്ട്, അന്നഹു ലാ യസ്തഹിഖു അഹദുൻ അസ്സവാബ വൽ ജന്നത ബിതാഅതി, ആരും തന്നെ തന്റെ അനുസരണക്ക് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചതിന് പകരമായി സ്വർഗമോ പ്രതിഫലമോ കരസ്ഥമാക്കുകയില്ല എന്ന് ഈ ഹദീസിൽ കിട്ടുന്നു. ഒന്നും പകരമായിട്ടല്ല, ഇവളല്ല ഞാൻ ഇതൊക്കെ ചെയ്തത് കൊണ്ട് അതിന് പകരമായി എനിക്ക് സ്വർഗം, അങ്ങനെയല്ല. വഅമ്മാ ഖൗലുഹു തആല ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചത് കാരണമായി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നല്ല പറഞ്ഞത്. വതിൽകൽ ജന്നത്തുല്ലതി ഊരിസ്തുമുഹ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചത് കാരണമായി നിങ്ങൾക്ക് അനന്തരമായി നൽകപ്പെട്ട സ്വർഗമാണിത് എന്ന് പറഞ്ഞാൽ അതൊക്കെ വനഹവുമാ മിനൽ ആയാത്തി ദാല്ലതി അലാ അന്നൽ അഅമാല യദ്ഖുലു ബിഹൽ ജന്ന ഫലാ യുആരിദു ഹാദിഹിൽ അഹാദീസ്, കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറയുന്ന ആയത്തുകൾ ഈ ഹദീസിനെതിരല്ല, ഇതുപോലുള്ള ഹദീസുകൾക്കെതിരല്ല. ബൽ മാനൽ ആയാത്ത്, മറിച്ച് ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? അന്ന ദുഖൂലൽ ജന്ന ബിസബബിൽ അമാൽ,
സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് കർമ്മങ്ങൾ കാരണമായാണ് എന്ന്. സുമ്മ തൗഫീഖു ലിൽ അമാലി വൽ ഹിദായത്തു ലിൽ ഇഖ്ലാസി ഫീഹാ വഖബൂലിഹാ ബിറഹ്മത്തില്ലാഹി തആല വഫദ്ലി. പിന്നീട് ആ പ്രവർത്തനം ചെയ്യാനുള്ള തൗഫീഖ് അത് അള്ളാഹുവിന്റെ റഹ്മത്താണ്, അള്ളാഹിന്റെ ഫദ്ലാണ്. അപ്പൊ പ്രവർത്തനം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹുവിന് കിട്ടണം. ആ തൗഫീഖാണ് നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്, അല്ലാതെ കർമ്മത്തിന് പകരമായി നമുക്ക് സ്വർഗം കിട്ടുന്നതല്ല എന്ന്. ഫയസിഹു അന്നഹു ലം യദ്ഖുൽ ബിമുജറദിൽ അമൽ, കേവലം പ്രവർത്തിച്ചു എന്ന കാരണത്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വഹുവ മുറാദുൽ അഹാദീസ്, അതാണ് ഹദീസിന്റെ ഉദ്ദേശം. കർമ്മങ്ങൾ പ്രവേശിച്ചു എന്ന കാരണത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കില്ല, മറിച്ച് വയസിഹു അന്നഹു ദഖല ബിൽ അമാലി ബിസബബിഹാ, കർമ്മങ്ങൾ കാരണമായാണ് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. വഹിയ മിനർ റഹ്മ, ആ കർമ്മങ്ങൾ ചെയ്യാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിന്റെ റഹ്മത്താണ്. വല്ലാഹു ആലം, അള്ളാഹുവാണ് ഏറെ അറിയുന്നവൻ. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള തൗഫീഖാണ് നമുക്ക് കിട്ടേണ്ടത് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പഠിപ്പിക്കപ്പെട്ട അമലുകൾ ചെയ്ത് മുന്നോട്ട് പോയിക്കോ, നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ആ കർമ്മങ്ങൾ കാരണമായി ചിലപ്പോൾ അള്ളാഹു നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാം എന്ന്. ഏറെ ചിന്തിക്കേണ്ട ഒരു ഹദീസാണ് ഈ ഹദീസ്. അതുമല്ല, കർമ്മങ്ങളിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന ചില സൂഫികൾക്ക് മറുപടിയും ഈ ഹദീസിലുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. കർമ്മങ്ങളെ കൊണ്ട് കുറ്റം കൊള്ളുന്ന കർമ്മങ്ങളാണ് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്, ധാരാളം കർമ്മങ്ങൾ ചെയ്ത് കൂട്ടുന്ന ആൾക്കാർക്കും മറുപടി ഇതിലുണ്ട്. നേരെ മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവും അള്ളാഹിന്റെ റസൂലും പഠിപ്പിച്ചു തന്ന കർമ്മങ്ങളെ നിത്യമായി ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അത് കുറച്ചാണെങ്കിലും ശരി. അതാണ് അഹബുൽ അമാലി ഇലല്ലാഹി അദ്വമുഹു വഇൻ ഖല്ല, കുറച്ചാണെങ്കിലും ശരി അള്ളാഹുവും അള്ളാഹിന്റെ റസൂലും പഠിപ്പിച്ചു തന്ന അമലുകൾ നിത്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. അതാണ് ഇസ്തിഖാമത്ത്, നിത്യമായി എന്നും ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അങ്ങനെ നിത്യമായി ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് അള്ളാഹുവിന്റെ തൗഫീഖാണ്, അള്ളാഹിന്റെ റഹ്മത്താണ്, അള്ളാഹുവിന് കിട്ടുന്ന ഫദ്ലാണ്. ആ നിത്യമായി ചെയ്യുന്ന ആ അമലുകൾ കാരണത്താൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പറയുന്നത്. അപ്പോൾ അതാണ് അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഖായിദയായിട്ട് പറയുന്നത്, ദുഖൂലുൽ ജന്ന ബിറഹ്മത്തില്ലാ ലാ ബിൽ അമൽ, സ്വർഗപ്രവേശനം അള്ളാഹുവിന്റെ റഹ്മത്ത് കാരണത്താലാണ്, അല്ലാതെ കർമ്മങ്ങൾക്ക് പകരമായല്ല എന്ന്. അല്ലാഹു അലം. ഇനി ലാസ്റ്റ് പാഠം, അന്നജാത്തു മിനന്നാർ വ അസ്ബാബു ദുഖൂലിഹാ, ഏതാണ് പാഠത്തിന്റെ ഹെഡിങ്. നരകത്തിൽ നിന്നുമുള്ള രക്ഷയും നരകത്തിൽ പ്രവേശിക്കുന്ന കാരണങ്ങളും. അതിൽ ഒന്നാമത്തെ ചർച്ച അൽ അസ്ബാബുൽ മൂസിലത്തു ഇലന്നാർ, നരകത്തിലേക്ക് എത്തിക്കുന്ന കാരണങ്ങൾ. അൽ അസ്ബാബുൽ മൂസിലത്തു ഇലന്നാർ വൽഇയാദു ബില്ലാഹ് കസീറത്തുൻ ജിദ്ദ, നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാരണങ്ങൾ ഒരുപാടുണ്ട്. വജാമിഉഹാ മഅസിയത്തുല്ലാഹി വറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മൊത്തത്തിൽ എന്താണ്? അള്ളാഹുവിനെയും അള്ളാഹിന്റെ റസൂലിനെയും ധിക്കരിക്കലാണ്. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ധിക്കരിക്കൽ നരകപ്രവേശനത്തിന് കാരണമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു യുദ്ഖിൽഹു നാരൻ ഖാലിദൻ ഫീഹാ വലഹു അദാബുൻ മുഹീൻ. ആരെങ്കിലും അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ധിക്കരിച്ചാൽ, വയതഅദ്ദ ഹുദൂദഹു, അള്ളാഹുവിന്റെ ഹദ്ദുകളെ അതിരുകടന്നാൽ, പരിധി വിട്ടാൽ, യുദ്ഖിൽഹു നാരൻ ഖാലിദൻ ഫീഹാ, അവൻ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കും, അവിടെ ശാശ്വതനായിട്ട്. വലഹു അദാബുൻ മുഹീൻ, അവനെ നിന്ദ്യമാക്കുന്ന ശിക്ഷയും അവനുണ്ടാകുന്നതാണ് എന്ന്. അപ്പോൾ നരകത്തിൽ പ്രവേശിപ്പിക്കാനുള്ള അടിസ്ഥാന കാരണം എന്താണ്? അള്ളാഹുവിനെയും അള്ളാഹിന്റെ റസൂലിനെയും ധിക്കരിക്കലാണ്. ഇനി എന്തൊക്കെയാണ് നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം വിശദീകരിച്ച് പറയാണ്. വമിൻഹാല വജിഹിൽ ഇജാസ്, ഷോർട്ടായിട്ട് കർമ്മങ്ങൾ ഇങ്ങനെ എണ്ണി പറയാം. അതിൽ വേണ്ട ഏതാനും ചില കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം, ബാക്കി നമുക്ക് വായിച്ചു പോകാം. ഒന്നാമത്തേത് അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിന് ഷിർക്ക് വെക്കൽ. ഷിർക്ക് നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു അമലാണ്, നമുക്കറിയുന്ന കാര്യമാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലിനോട് പറഞ്ഞ വാചകം സൂറത്ത് മാഇദയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ, അവരെ സ്വർഗം അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു, നരകമാണ് അവന്റെ പാർപ്പിടം. ശിർക്ക് പോലുള്ള ദുൽമ ചെയ്യുന്നവർക്ക് നാളെ പരലോകത്ത് സഹായികളായി ആരും തന്നെ ഉണ്ടാകുകയില്ല എന്ന്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത അള്ളാഹുവിനോട് സമപ്പെടുത്തലാണ്.
അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹുവിന് മാത്രം നൽകേണ്ട കാര്യങ്ങൾ നൽകലാണ്. ഇതാണ് ഷിർക്ക്. തസ്വിയത്തു ഗൈരില്ലാഹി ബില്ലാ ഫീമാ ഹുവ മിൻ ഖസായിസില്ലാ. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവർ അള്ളാഹുവിനോട് പങ്കാക്കലാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പലപ്പോഴായി കേട്ടതാണ്, അറിഞ്ഞതാണ്. ഒന്ന് റുബൂബിയ്യത്താണ്. റുബൂബിയ്യത്ത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. 2 ഉലൂഹിയത്താണ്, ഇത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. 3 അൽ അസ്മാ വ സിഫാത്ത്, അള്ളാഹുവിന് നാമങ്ങളും വിശേഷണങ്ങളും ഉണ്ട്, അതും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഈ 3 കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഈ കാര്യങ്ങൾ ആരെങ്കിലും അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്താൽ അവൻ ശിർക്ക് ചെയ്തവനാണ്, അവന് സ്വർഗം ഹറാമാണ്, അവന്റെ പാർപ്പിടം നരകമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മമ്മാത്ത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖലൻ നാർ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനായി മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്ന് തുടങ്ങി ധാരാളം ആയത്തുകളും ഹദീസുകളും ഷിർക്ക് അത് വൻപാപമാണ്, അത് നരകത്തിലേക്ക് എത്തിക്കുന്ന കർമ്മമാണ് എന്ന് അറിയിക്കുന്നതായിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊക്കെ ഒരുപാട് കേട്ടതാണ്. രണ്ടാമത്തെ അമല് അത്തക്ദീബ് ബിർറുസുൽ, പ്രവാചകന്മാരെ കളവാക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകനെല്ലാം നിഷേധിക്കൽ, അത് നരകപ്രവേശനത്തിന് കാരണമാകുന്ന ഒരു അമലാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീൻ അതിനെ കളവാക്കൽ, അതും നരകപ്രവേശനത്തിന് കാരണമാകുന്ന കാര്യങ്ങളാണ്. തകാദു തമയ്യസു മിനൽ ഗൈൽ, നരകം പൊട്ടി പിളരുമാറായിരിക്കുന്നു, വെന്ത് തിളച്ചു മറയുമാറായിരിക്കുന്നു. കുല്ലമാ ഉൽകിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. കുല്ലമാ ഉൽകിയ ഫീഹാ ഫൗജുൻ, ഓരോ സംഘങ്ങളെ ആ നരകത്തിലേക്ക് ഇടപെടുമ്പോൾ നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കും, അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേ? ഖാലു ഖദ് ജാഅനാ നദീറുൻ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ. അപ്പോൾ നരകത്തിലുള്ള ആൾക്കാർ പറയും, അതെ മുന്നറിയിപ്പുകാർ വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ അവരെ കളവാക്കി. കദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ, നമ്മൾ പറഞ്ഞു അള്ളാഹു ഒന്നും ഇറക്കിയിട്ടില്ല. മാ അൻതും ഇല്ലാ ഫീ ലലാലിൻ കബീർ, ഇതെല്ലാ നിഷേധികളുടെ സ്വഭാവമാണ്, സത്യത്തെ ഉൾക്കൊള്ളാത്ത ആൾക്കാരുടെയൊക്കെ സ്വഭാവമാണ്. എന്താ പറയുക? ഒറ്റടിക്ക് നിഷേധിച്ച് കളയും. നിങ്ങൾ വഴിവഴിവിലാണ്. ഇൻ അൻതും ഇല്ലാ ഫീ ലലാലിൻ മുബീൻ ലലാലിൻ കബീർ. ഓ പ്രവാചകന്മാരോടൊക്കെ പ്രവാചകന്മാർ നിഷേധിച്ചവർ പറഞ്ഞത് നിങ്ങൾ വലിയ വഴികേടിലാണ് എന്നാണ്. നരകത്തിൽ പ്രവേശിക്കുമ്പോഴാണ് അവർക്കത് ബോധ്യപ്പെട്ടത്, നമ്മളന്ന് കളവാക്കിയതായിരുന്നു എന്ന്. ഇപ്പോൾ അവർ കാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബി സഈർ, നാം അന്ന് കേട്ടിരുന്നുവെങ്കിൽ, അന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ ആളിക്കത്തുന്ന നരകത്തിന്റെ ആൾക്കാർ നമ്മൾ ആകുമായിരുന്നില്ല. ഫഅതറഫു ബിദംബിഹിം ഫസുഹ്കൻ ലിഅസ്ഹാബി സഈർ, അവർ അവരുടെ പാപത്തെ സമ്മതിച്ചു നരകത്തുനിന്ന്. നരകത്തിന്റെ ആൾക്കാർക്ക് വിദൂരത ഉണ്ടാകട്ടെ എന്ന് അല്ലാഹു പറഞ്ഞവരെ ആക്ഷേപിക്കുകയാണ്. അപ്പോൾ പ്രവാചകന്മാരെ നിഷേധിക്കല്, പ്രവാചകന്മാർ കൊണ്ടുവന്ന അധ്യാപനങ്ങളെ നിഷേധിക്കല് നരകത്തിന് കാരണമാകുന്ന കർമ്മമാണ്. ഏറെ പേടിക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഒരു സുന്നത്തിനെ നിഷേധിക്കൽ. സലഫുകൾ പറഞ്ഞതുപോലെ മൻ അൻകറ ഹദീസൻ വാഹിദൻ ഫഹുവ കാഫിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ടു വന്ന ഒരു ഹദീസിനെ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ കാഫിറാണ്, ഇസ്ലാം നിന്ന് പുറത്താണ്. റസൂലുള്ള കൊണ്ടുവന്ന അധ്യാപനങ്ങളെ വെറുത്താൽ അവൻ കാഫിറാൻ. മൻ അബ്ഗള ശൈഅൻ മിമ്മാ ജാഅ ബിഹി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ അമില ബിഹി കഫർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എന്തെങ്കിലും ഒന്നിനെ അതവൻ ചെയ്യുന്നുണ്ടെങ്കിലും ശരി അവൻ വെറുത്താൽ അവൻ കാഫിറാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സുന്നത്തുകളെ കളിയാക്കിയാൽ അവൻ കാഫിറാണ്. മൻ ഇസ്തഹ്സ ബിശൈഇൻ മിൻ ദീനില്ലാഹ് ഔ സവാബിഹി ഔ ഇഖാബിഹി കഫർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിനെ, എന്തെങ്കിലും പ്രതിഫലത്തെ അല്ലെങ്കിൽ ശിക്ഷയെ കളിയാക്കിയവൻ കാഫിറാണ്. നമ്മളത് എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിനെ കളിയാക്കുന്നവർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ചെറുപ്പക്കാർക്ക്, ഇപ്പോൾ യുവാക്കൾക്ക് പലർക്കും ദീനിന്റെ ഗൗരവം അറിയില്ല, പലതിനെയും കളിയാക്കുന്നു. താടി നീട്ടി വളർത്തുന്ന തന്നെ കളിയാക്കുന്നു. റസൂലുള്ളാഹി ദീനിന്റെ ഷിയാറായി പഠിപ്പിച്ചതാണ് താടി നീട്ടി വളർത്തുക എന്നുള്ളത്. നിങ്ങൾ മുശ്രിക്കുകൾക്കും മജൂസികൾക്കും എതിരാകണം, ജൂതന്മാർക്കും എതിരാകണം. നിങ്ങൾ താടി നീട്ടി വളർത്തണം, മീശ പറ്റിച്ച് വട്ടണം. ജൂതന്മാർ
താടി വടിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാർക്കെതിരാകാൻ വേണ്ടി, അതുപോലെ മജൂസികൾക്കും എതിരാകാൻ വേണ്ടി താടി നീട്ടി വളർത്താൻ വേണ്ടി പറഞ്ഞു. മക്കയിലെ മുശ്രിക്കുകൾ താടി നീട്ടി വളർത്തുമായിരുന്നു. അതോടൊപ്പം തന്നെ മീശയും നീട്ടി വളർത്തുമായിരുന്നു. മുശ്രിക്കുകൾക്കെതിരാകാൻ വേണ്ടിയിട്ട് മീശ വെട്ടാൻ വേണ്ടി പറഞ്ഞു. ഒരർത്ഥത്തിലും അവരോട് യോജിക്കുന്നില്ല. ജൂതന്മാർക്കും മജൂസികൾക്കും എതിരാകാൻ വേണ്ടി താടി നീട്ടി വളർത്താൻ വേണ്ടി പറഞ്ഞു. മുശ്രിക്കുകൾക്കെതിരാകാൻ വേണ്ടി മീശ വെട്ടി ചുരുക്കാൻ വേണ്ടി പറഞ്ഞു. മല്ലം യഖുദ് മിൻ ശാരിബിഹി ഫലൈസ മിന്നാ, തന്റെ മീശയിൽ നിന്നും എടുക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് വെച്ചിട്ട് ചില ഉലമാക്കൾ മീശ വെട്ടൽ ഫർളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താടി നീട്ടി വളർത്തൽ വാജിബാണ്, മീശ വെട്ടലും വാജിബാണ്. താടി നീട്ടി വളർത്തൽ വാജിബാണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഇത്തിഫാക്കാണ്. അഹ്ലുസ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് അതിന് രണ്ടഭിപ്രായമില്ല. മീശ വെട്ടൽ ഫർളാണോ സുന്നത്താണെന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അധിക പണ്ഡിതന്മാരും മീശ വെട്ടുന്നത് സുന്നത്താണ് എന്ന് പറഞ്ഞു. നീട്ടി വളർത്താൻ പാടില്ല, അത് മുശ്രിക്കുകൾക്ക് യോജിക്കലാണ്. എന്നാൽ വെട്ടുന്നത് ഫർളാണ് എന്ന് ചില ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ മീശ വെട്ടുകയും താടി വളർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ കളിയാക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതിനെ പലതും പറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഈ നാട്ടിൽ കാഫിറുകൾ നമ്മളെ കണ്ടാൽ കാഫിറുകൾ എന്ത് വിചാരിക്കും? താടി നീട്ടി വളർത്തുന്ന പ്രാകൃതമാണ് ദീനെന്ന്. ഇത് ദീന്, ഈ താടി ഷിയാറാണ്, ദീനിന്റെ അടയാളാണ്. അത് പ്രാകൃതമാണ് എന്നൊരു കാഫിർ വിചാരിക്കുന്ന കാരണത്താൽ അതിനെ വെട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഈമാന്റെ ഇല്ലായ്മയാണ്, ഈമാന്റെ കുറവാണ്. ഈ നീട്ടി വളർത്തുന്ന താടി പ്രാകൃതമല്ല, അതാണ് ദീൻ. അതൊരു കാഫിർ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ കാഫിറിന് പോയി എന്നുള്ളത്, കാഫിറിനെ തൃപ്തിപ്പെടുത്താൻ എന്തെങ്കിലും റസൂലുള്ളാഹിയുടെ സുന്നത്ത് വെട്ടണം? വളരെ ഗൗരവമുള്ള വിഷയമാണ്. അത്തക്ദീബു ബിർറുസുൽ, പ്രവാചകന്മാരെ കളവാക്കുന്നതിൽപ്പെട്ടതാണ് പ്രവാചകന്മാർ കൊണ്ടുവന്ന അധ്യാപനങ്ങളെ കളിയാക്കുക എന്നുള്ളത്, അതിനെ കളവാക്കുക എന്നുള്ളത്. അവർ നരകത്തിന്റെ ആൾക്കാരാണ്, അന്നവർക്ക് ബോധ്യപ്പെടും. മൂന്നാമത്തേത് അൽ കുഫർ, നിഷേധം, നിഷേധിക്കുക എന്നുള്ളത്. മറ്റേത് കളവാക്കൽ, ഇത് കുഫർ, നിഷേധിക്കൽ. രണ്ടും വ്യത്യാസമുണ്ട്. കളവാക്കുക എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ കളവാക്കി കളയുക, അംഗീകരിക്കാതിരിക്കുക, വ്യാജമാക്കുക, തള്ളിക്കളയുക, അതാണ് തക്ദീബ്. കുഫർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായും അതിനെ അംഗീകരിക്കാതിരിക്കുക. ഇന്നല്ലദീന കഫറു ബി ആയാതിന സനുസ്ലീഹിം നാറ, നമ്മുടെ ആയാത്തുകളെ നിഷേധിക്കുന്നവർ, അടിസ്ഥാനപരമായി അംഗീകരിക്കാത്തവർ, എന്തു പറഞ്ഞാലും അംഗീകരിക്കൂല, നിഷേധിക്കണം, അവനെ നരകത്തിലിട്ട് നാം കരിച്ചു കളയുന്നതാണ് എന്ന് റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന കഫറു ബി ആയാതിന സൗഫ നുസ്ലീഹിം നാറ, അവരെ നരകത്തിലിട്ട് നാം പിന്നീട് കരിച്ചു കളയുന്നതാണ്. കുല്ലമാ നലിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ ലിയദൂഖുൽ അദാബ്. അവരെന്ത് ചെയ്യുന്നറിയോ? അവരുടെ ജുലൂദ്, തൊലികൾ വെന്ത് കഴിഞ്ഞാൽ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, അതിന് പകരം വേറെ തൊലി നമ്മൾ വീണ്ടും ഉണ്ടാക്കി കൊടുക്കും. എന്തിനാണ്? ലിയദൂഖുൽ അദാബ്, അവർ അദാബിനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അത് തൊലിക്കാണ് വേദന ഉണ്ടാകുക. തൊലിന്റെ ഉള്ളിൽ കയറിയാൽ വേദന ഉണ്ടാവില്ല. തൊലിയിലാണ് അള്ളാഹു വേദന നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ തൊലി വെന്ത് കഴിഞ്ഞാൽ പിന്നെ വേദനിക്കൂല. അപ്പോൾ വേദനിക്കാൻ വേണ്ടി അള്ളാഹ് എന്ത് ചെയ്യും? വീണ്ടും തൊലി കൊടുക്കും. ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ ലിയദൂഖുൽ അദാബ്. ആർക്കാണ്? ഇന്നല്ലദീന കഫറു ബി ആയാതിന, അള്ളാഹുവിന്റെ കൽപ്പന, നിരോധന, നിർദ്ദേശങ്ങളെ കളവാക്കിയവർക്ക്, നിഷേധിച്ചവർക്ക്, വിശ്വസിക്കാതിരുന്നവർക്ക് സൗഫ നുസ്ലീഹിം നാറ. നാലാമത്തേത് അൽ ഹസദ്. അസദ് നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്, ഒരു കർമ്മമാണ്. അസദ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അള്ളാഹു കൊടുത്ത നന്മ നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുക. തനിക്ക് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, മറ്റുള്ളവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നതാണ് ഹസദ് എന്ന് പറയുക. ഹസദ് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഹസദ്, രണ്ട് ഗീബ്തത്ത്. ഹസദ് മറ്റുള്ളവരുടെ നന്മ നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുക. ഗീബ്തത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ ഉള്ളതുപോലെ എനിക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക. മറ്റുള്ളവൻ ഉള്ളതുപോലെ എനിക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കൽ ഗീബ്തത്താണ്. അത് അനുവദനീയാണ്. അവനക്ക് പണമുള്ളതുപോലെ എനിക്ക് പണമുണ്ടായിരുന്നെങ്കിൽ അവൻ ചെലവാക്കുന്നത് പോലെ ഞാനും ചെലവാക്കി അള്ളാന്റെ മാർഗത്തിൽ. അവന് ഇൽമുള്ളതുപോലെ എനിക്കും ഇൽമുണ്ടായിരുന്നെങ്കിൽ അവൻ ഇൽമനുസരിച്ച് പ്രവർത്തിക്കുന്നത് പോലെ ഞാനും പ്രവർത്തിച്ചതെന്ന് ആഗ്രഹിക്കുക. അത് ഗീബ്തത്താണ്.
അവൻ ഹാഫിളായതുപോലെ ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ എനിക്കും പറ്റിയെങ്കിൽ ഞാനും രാത്രി എഴുന്നേറ്റ് ഒരുപാട് നിസ്കരിച്ച് ഖുർആൻ ഓതിയേനെ. എന്നാൽ അവനക്കുള്ളത് നീങ്ങണം എന്ന് പറയുന്നത് ലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് നരകത്തെ പ്രവേശിപ്പിക്കുന്ന അമലാണ്. അഞ്ചാമത്തേത് അൽദുൽമ്, അക്രമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽദുൽമു ദുലുമാത്തുൻ യൗമൽ ഖിയാമ, അക്രമം നാളെ പരലോകത്ത് ഇരുട്ടായിട്ട് വരുന്നതാണ്. അത് ഇരുട്ടാണ്. അക്രമികൾക്കെതിരെ നടപടി ഉണ്ടാവുന്ന അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നമസ്സബീലു അലല്ലദീന യസ്ലിമൂന അന്നാസ, ജനങ്ങളോട് അക്രമം കാണിക്കുന്നവർക്കെതിരെയാണ് നടപടി ഉണ്ടാകുക എന്ന്. മറ്റുള്ളവർ ആക്രമിക്കാൻ പാടില്ല, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞു, യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി ഫലാ തലാലമു, ഓ എൻ്റെ അടിമകളെ, എൻ്റെ മേൽ ഞാൻ അക്രമത്തെ ഹറാമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആരും പരസ്പരം ആക്രമിക്കരുത്. അനർഹമായി മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അതാണ് ദുൽമ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബാക്കളോട് ചോദിച്ചു, അതദുറൂന മനിൽ മുഫ്ലിസ്, മുഫ്ലിസ് ആരാണ് നിങ്ങൾക്കറിയുമോ? അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹം വല മതാ, നമ്മുടെ കൂട്ടത്തിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ദിർഹമോ വിഭവങ്ങളോ ഇല്ലാത്ത ആൾക്കാണ് നമ്മൾ മുഫ്ലിസ് എന്ന് പറയുക. പാപ്പർ, ഒന്നുമില്ലാത്ത ആൾ, ദിർഹമില്ല, ചില റിപ്പോർട്ടിൽ ദീനാറെന്നുണ്ട്, ദിർഹമോ ദീനാറോ വിഭവങ്ങളോ ഇല്ലാത്ത ആൾക്കാണ് നമ്മൾ മുഫ്ലിസ് എന്ന് പറയുക എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസ് മൻ ഒരുത്തനാണ്, യഅതി യൗമൽ ഖിയാമ, അവന് ഖിയാമത്ത് നാൾ വരും, ബിസ്വലാത്തിൻ കുറെ നിസ്കാരമായി, വസിയാമി നോമ്പുമായി, വസകാത്തിൻ സകാത്തുമായി, നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പോറ്റിട്ടുണ്ട്, സകാത്ത് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരാൾ ഖിയാമത്ത് നാൾ വരും. വയഅതി ഖദ് ശതമ ഹാദാ വകദഫ ഹാദാ വഅകല മാല ഹാദാ, ഓരോരുത്തർ വരും, ഓൻ പറയും, അല്ലാഹുവേ, ഈ നിസ്കരിച്ച് നോമ്പ് നോറ്റ് സകാത്ത് കൊടുത്ത ഇയാളുണ്ടല്ലോ, ഖദ് ശതമ ഹാദാ, ഇയാൾ ചീത്ത വിളിച്ചിനി, വകദഫ ഹാദാ, ആരോപണം പറഞ്ഞിനി, വഅകല മാല ഹാദാ, മറ്റേയാളുടെ പണം അനർഹമായി എടുത്ത് തിന്നിനി, ഇങ്ങനെ ഓരോന്നോരോന്ന് പറയും. വലറബ ഹാദാ, ഇയാൾ അടിച്ചിനി, വസഫക ദമ ഹാദാ, ഇയാളുടെ രക്തം ചൊരിഞ്ഞിനി, കൊന്നിനി, ഇത് ഓരോരോ കാരണങ്ങൾ ഇങ്ങനെ എടുത്ത് പറയും. അപ്പോൾ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ നിസ്കാരവും നോമ്പും സക്കാത്തൊക്കെ ചെയ്ത ആളുടെ കർമ്മങ്ങളെല്ലാം, നന്മകളെല്ലാം ഈ പരാതിക്കാർക്ക് അല്ലാഹു കൊടുക്കും. അങ്ങനെ ഇയാളുടെ നന്മകളെല്ലാം തീരും. അപ്പോൾ പരാതിക്കാര് ബാക്കിയാകും. അപ്പോൾ പരാതിക്കാരുടെ തിന്മകൾ ഇയാളുടെ മേൽ അള്ളാഹു ചുമത്തും. അങ്ങനെ ഇയാളെ നരകത്തിൽ കൊണ്ടിടപ്പെടും. അക്രമം നരകത്തിൽ കൊണ്ടെത്തിക്കും. ഇത്രയും നോമ്പ് നോറ്റിട്ടും കാര്യമില്ല, നിസ്കരിച്ചിട്ടും സക്കാത്ത് കൊടുത്തിട്ടൊന്നും കാര്യമില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ളത് അത് നരകത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനമാണ്. നാളെ പരലോകത്ത് അള്ളാഹു നമ്മുടെ ഹസനാത്തുകൾ നമ്മൾ ആക്രമിച്ചവർക്ക് കൊടുക്കും. ഇവനാണ് ഏറ്റവും വലിയ പാപ്പർ. എത്രയേ നന്മകളുമായിട്ട് പോയിട്ട് അവിടെ പോയിട്ട് ഒരു നന്മയും ഇല്ലാതെ നരകത്തിൽ പോകുന്ന അവസ്ഥ, ഇതിനേക്കാൾ വലിയ ഗതികേട് എന്തുണ്ട്? ഇത് നരകത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനമാണ് എന്ന്. ആറാമത്തേത് അൽ ഖിയാന, വഞ്ചിക്കുക. നമ്മളെ വിശ്വസിച്ചവരെ വഞ്ചിക്കുക, അത് നരകത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളുടെ സ്വഭാവമായിട്ട് പഠിപ്പിച്ച സ്വഭാവങ്ങളിൽ വളരെ അടിസ്ഥാനപരമായ ഒരു സ്വഭാവം വഞ്ചനയാണ്. ആയത്തുൽ മുനാഫിഖി സലാസ, മുനാഫിക്കിന്റെ അടയാളം 3 എണ്ണാണ്. ഒന്ന്, ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയുക, നടന്നിട്ടേ ഇല്ലാത്ത കാര്യങ്ങൾ വെച്ച് സംസാരിക്കുക, ഇതാണ് മുനാഫിക്കിന്റെ സ്വഭാവം. എന്തെങ്കിലും വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്തത് ചേരുവകൾ ചേർത്ത് സംസാരിക്കുക. ആ ചേരുവകൾ ചേർക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല, ആ വിഷയം പറഞ്ഞാൽ മതിയാവും. അല്ലെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതിയാവും. ഉണ്ട് എന്ന് പറയാൻ ഒരു സംഭവത്തെ ഉണ്ടാക്കുക, ആ സംഭവത്തെ ചേർത്തിട്ട് ഉണ്ട് എന്ന് പറയുക. ഇല്ല എന്ന് പറയാൻ ഒരു കഥ മെനയുക, എന്താ കഥയുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് പറയുക, നേർക്കുനേരെ പറയുക. ഇതാണ് മുനാഫിക്കിന്റെ സ്വഭാവം. എന്ത് പറയുമ്പോഴും അവന്റെ സംസാരത്തിൽ കളവുണ്ടാവും. ഒരു വലിയ സത്യം പറയുമ്പോഴും ആ സത്യം പറയാൻ കുറച്ച് കളവ് പറഞ്ഞിട്ടുണ്ടാവും. ഇത് ഹദ്ദസ കദബ, അത് മുനാഫിക്കിന്റെ സ്വഭാവമാണ്. വൈദ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറയും, ഞാൻ വരാമെന്ന് പറയും.
എന്നാൽ അവൻ വരികയില്ല, അവൻ ചെയ്യുകയില്ല. മൂന്നാമത്തത് വൈദു ഉത്തുമിന ഖാന, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ വഞ്ചിക്കും. നീ ഇന്നത് ചെയ്യണമെന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ അത് ചെയ്യുകയില്ല, വഞ്ചിച്ചു കളയും. വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ അവൻ വഞ്ചിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫികൻ ഖാലിസ. 4 കാര്യം ആരിലുണ്ടോ അവൻ കറകളഞ്ഞ മുനാഫിക്കാണ്. മൻ കാനത്ത് ഫീഹി ഖസ്ലത്തു മിൻഹ, ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവനിൽ നിഫാഖിന്റെ ഒരു അടയാളം ഉണ്ട് എന്നാണ്. 4 കാര്യങ്ങൾ റസൂൽ ഈ 3 കാര്യം എണ്ണി. അതെന്തുണ്ട്? ഇത് തുമിന ഖാന, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ അവരെന്ത് ചെയ്യും? വഞ്ചന കാണിക്കും. അപ്പം വഞ്ചിക്കുക എന്നുള്ളത് മുനാഫിക്കിന്റെ സ്വഭാവമാണ്. അതൊരിക്കലും മുഅ്മിന്റെ സ്വഭാവം പാടില്ല, വഞ്ചിക്കാൻ പാടില്ല. ഇത് നരകത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനമാണ്. 7ാമത്തേത് ഖതിഅത്തുർ റഹീം, കുടുംബബന്ധം മുറിക്കുക. അത് വലിയ പാപമാണ്, കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത്. ആരാണ് കുടുംബബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അടുത്ത ബന്ധക്കാർ. ബന്ധവിച്ഛേദനം വലിയ പാപമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. ബന്ധം ചേർക്കുക എന്നുള്ളത് വലിയ അമലായിട്ടുമാണ്, പുണ്യമുള്ള അമലായിട്ടുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുകയും ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ കരാറിലേർപ്പെട്ട ഇന്നല്ലദീന, കരാറിലേർപ്പെടുകയും അള്ളാഹു ചേർക്കാൻ കൽപ്പിച്ച കാര്യങ്ങളെ മുറിച്ചു കളയുകയും ചെയ്യുന്നവർ, വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ വയുഫ്സിദൂന ഫിൽ അർള്, അള്ളാഹു ചേർക്കാൻ വേണ്ടി കൽപ്പിച്ച കാര്യങ്ങളെ മുറിച്ചു കളയുകയും ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവർ, ഉലായിക ലഹുമുൽ ലഅന, അവർക്കാണ് ലഅനത്തുള്ളത്. ഉലായിക ലഹുമുൽ ലഅന, ഉലായിക ലഹും അൽ ലഅനതു വലഹും സൂഉദ്ദാർ, അവർക്കാണ് നാളെ പരലോകത്ത് മോശമായ പരലോക ഭവനമുള്ളത് എന്ന്. കുടുംബബന്ധം ചേർക്കണം, അത് മുറിക്കുക എന്നുള്ളത് വലിയ പാപമാണ്. കുടുംബബന്ധം അള്ളാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവെ എന്നെ മുറിച്ചവനെ നീ മുറിക്കണേ, എന്നെ ചേർത്തവനെ നീ ചേർക്കണേ. അപ്പൊ അള്ളാഹു അത് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും റിസ്കിൽ വിശാലത കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ആയുസ് ദീർഘിപ്പിച്ച് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. ഫല്യസിൽ റഹിമ. സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ പ്രവേശിപ്പിക്കാത്ത പ്രവർത്തനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി എണ്ണിയ ഒരു അമല് കുടുംബബന്ധം ചേർക്കലാണ്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, റസൂലുള്ളാഹിയിൽ നിന്ന് ആദ്യമായിട്ട് ഇദ്ദേഹം കേട്ട ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ ജനങ്ങൾ ചോദിച്ചു, യാ അയ്യുഹൻ നാസ് അഫ്ശുസ് സലാം വഅത്ഇമുത് തആം വസിലുൽ അർഹാം വസല്ലു ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ഓ ജനങ്ങളെ, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക, ഭക്ഷിപ്പിക്കുക, കുടുംബബന്ധം ചേർക്കുക, ജനങ്ങൾ ഉറങ്ങിക്കിടക്കെ എഴുന്നേറ്റ് നിസ്കരിക്കുക, നിങ്ങൾ സുരക്ഷിതരായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് പറഞ്ഞു. 8ാമത്തെ അമല് അൽ ബുഖ്ൽ വശുഹ്, പിശുക്ക് കാണിക്കുക. ഒരിക്കലും ഈമാനും പിശുക്കും ഒരുമിച്ച് കൂടുകയില്ല എന്നാണ്. ബഖീൽ, പിശുക്ക് കാണിക്കുക. അള്ളാഹു നൽകിയതിൽ നിന്ന് പിശുക്ക് കാണിക്കുന്നവർ, അത് അവർക്ക് ഹൈറാണെന്നാണ് വിചാരിക്കുന്നത്, മറിച്ച് അത് അവർക്ക് ഷർറാണ് എന്ന് അള്ളാഹു താക്കീത് നൽകിയിട്ടുണ്ട്. അള്ളാഹു നൽകിയ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നും ചെലവാക്കാതെ പിശുക്ക് കാണിക്കുന്നവർ അവർ വിചാരിക്കേണ്ട അതവർക്ക് ഹൈറാണ് എന്ന്, ബൽഹുവ ഷർറുൽ ലഹും, മറിച്ച് അവർക്ക് അത് ഷർറാണ് എന്ന് അള്ളാഹു പേടിപ്പിച്ചിട്ടുണ്ട്. പിശുക്ക് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന അമലാണ്. മുഅ്മിൻ ഔദാര്യം കാണിക്കേണ്ട ആളാണ്. രാവും പകലും ഏത് നേരവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യേണ്ട ആളാണ് മുഅ്മിൻ. എല്ലാം സമ്പത്തും ഇൽമും എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യണം, പിശുക്ക് കാണിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാതെ പിശുക്കുക എന്നുള്ളത് നരകപ്രവേശനത്തിന് കാരണമാകുന്ന ആമലാണ്. 9ാമത്തേത് റിയാ, മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് അമൽ ചെയ്യുക. റിയാ നരകത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനമാണ്. അത് ശിർക്കുൻ അസ്ഗർ ആണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. സഹാബകൾ ചോദിച്ചു, എന്താണ് ശിർക്കുൽ അസ്ഗർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിയാ. എന്താണ് റിയാ? റസൂലുള്ളാഹി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടും, അപ്പോൾ വേറൊരാൾ വരും, അയാളെ കാണിക്കാൻ വേണ്ടി നിസ്കാരം ഭംഗിയാക്കും. ഇതാണ് റിയാ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അമൽ ഭംഗിയാക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന അമലല്ല, അപ്പൊ ശിർക്കായി. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന അള്ളാഹ്ക്കാണ്. അത് മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടിയിട്ട്
അതിനെ ഭംഗി കൂട്ടുക, തഹ്സീൻ ചെയ്യുക, അതാണ് റിയാ. അള്ളാഹു നമ്മളെ പരലോകത്ത് പറയും, നീ ആരെ കാണിക്കാൻ വേണ്ടിയാണ് അമൽ ചെയ്തത്, അയാൾക്ക് പോയിട്ട് പ്രതിഫലം വാങ്ങിക്കുമെന്ന് പറയും. അള്ളാഹു പ്രതിഫലം തരൂല. 10-ാമത്തേത് നിഫാഖ്. നിഫാഖ് നരകപ്രവേശനത്തിന്റെ കാരണമാകുന്ന അമലാണ്, ഹൃദയത്തിലുള്ള രോഗമാണ്. ഹൃദയത്തിന് ബാധിക്കുന്ന മാരക രോഗങ്ങളിൽ ഒന്നാണ് നിഫാഖ്. അള്ളാഹു നമ്മെല്ലാവരും നിഫാഖിൽ നിന്ന് കാക്കട്ടെ. സഹാബാക്കളൊക്കെ ഏറെ പേടിച്ച ഒന്നായിരുന്നു നിഫാഖ്. ഇന്ന് എപ്പോഴും നമ്മൾ പേടിക്കേണ്ട ഒന്നാണ് നിഫാഖ്. നിഫാഖ് എന്ന് പറഞ്ഞാൽ പുറത്ത് ഇസ്ലാമിനെ പ്രകടിപ്പിക്കുകയും ഉള്ളിൽ നിഷേധത്തെ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യലാണ് നിഫാഖ്. അത് ആരിലും സംഭവിക്കാം. അള്ളാഹുവിൻ്റെ ആയാത്തുകൾ മുന്നിൽ വരുമ്പോൾ അതിനോട് നമ്മുടെ സമീപനം എന്ത് എന്നത് നമ്മൾ പരിശോധിക്കണം. അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ നമ്മളതിന് ഇഷ്ടപ്പെടുന്നു, അത് ഹറാമാണെന്നത് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. പുറത്ത് നമ്മൾ വലിയ മുസ്ലിമായി, ആമിലായി, ആബിദായി ജീവിക്കുന്നു. ആധുനിക കാലഘട്ടത്തെ നിഫാഖിനെ കുറിച്ച് പണ്ഡിതന്മാർ വാചാലമായിട്ടുണ്ട്. ഓരോരുത്തരും നിഫാഖിനെ പേടിക്കണം എന്ന് പറഞ്ഞത്. അത്ര ഗൗരവത്തിലാണ് ഇന്നത്തെ കാലത്ത് നിഫാഖ് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. നമ്മൾ പലപ്പോഴും കപടന്മാരായി മാറും. നമ്മുടെ നിത്യജീവിതം നമുക്കേ അറിയുള്ളൂ, നമ്മുടെ രഹസ്യ ജീവിതം നമുക്കേ അറിയുള്ളൂ. കപടത നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടാൻ ഏറെ പേടിക്കണം. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് മുനാഫിക്കുകൾ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളെ സംബന്ധിച്ചിട്ട് പറഞ്ഞത്. ഏറെ പേടിക്കണം. ഇന്ന് പലരും നിഫാഖ് എന്ന ഈ കടുത്ത പാതകത്തിൽ വീട് പോയിട്ടുണ്ട്, വലിയ പാപത്തിൽ വീട് പോയിട്ടുണ്ട് അറിയാതെ. നമ്മളൊക്കെ എപ്പോഴും പരിശോധിക്കുക. സഹാബാക്കൾ ഇബ്നു മുലൈക്ക റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഞാൻ സഹാബാക്കൾ 30-ലേറെ സഹാബാക്കൾ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് എല്ലാവർക്കും നിഫാഖ് പേടിയായിരുന്നു, മുനാഫിക്കായി പോകുമോ എന്ന് പേടിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന് മുനാഫിക്കുകളുടെ ലിസ്റ്റ് പറഞ്ഞു കൊടുത്തിരുന്നു. അതിനുശേഷം ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു ഫോളോ ചെയ്യായിരുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഏതൊരു ജനാസയിലാണ് പങ്കെടുത്തത്, ആ ജനാസയിലെ ഉമർ റളിയല്ലാഹു അൻഹു പങ്കെടുക്കുമായിരുന്നുള്ളൂ. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അസമ്മാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹുദൈഫ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളുടെ ലിസ്റ്റ് പറഞ്ഞപ്പോൾ എന്റെ പേര് പറഞ്ഞിനോ, ആ ലിസ്റ്റിൽ ഞാനുണ്ടോ എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു ഹുദൈഫ റളിയല്ലാഹു തആല എന്നോട് ചോദിച്ചു എന്നാണ്. അത്ര പേടിയായിരുന്നു സഹാബാക്കൾക്ക് നിഫാഖിനെ. ഇന്ന് നമ്മൾ ഏറെ പേടിക്കേണ്ട ഒന്നാണ് നിഫാഖ്. നിഫാഖ് എന്ന് പറഞ്ഞാൽ കാഫിറായി, ഹിന്ദുവായി, ക്രിസ്ത്യാനിയായി പോക്കല്ല. ഇതേ നമ്മുടെ ജീവിതത്തിൽ ദീനിനോടുള്ള താല്പര്യമില്ലായ്മ, ദീനിനോട് ഇഷ്ടമില്ലായ്മ, ദീനിന്റെ അധ്യാപനങ്ങളോട് താല്പര്യമില്ലായ്മ, ദീനിന് വേണ്ടിയിട്ട് സമയമോ സമ്പത്തോ ആരോഗ്യമോ ചെലവ് ചെയ്യാൻ താല്പര്യമില്ലായ്മ, പുറത്ത് ഭയങ്കര മുസ്ലിമായി നിൽക്കുകയും ചെയ്യുക, ഇതൊക്കെ നിഫാഖിന്റെ ചേരുവകളാണ് എന്ന് പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. ആധുനിക പണ്ഡിതന്മാർ നിഫാഖിനെ കുറിച്ച് എഴുതിയത് വായിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ പേടിച്ചു പോകും. അത്ര സാധ്യത കൂടുതലാണ് നമ്മുടെ ജീവിതത്തിൽ നിഫാഖ് കടന്നുകൂടാൻ. ചിലപ്പോൾ ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ നമ്മൾ പേടിച്ചു പോകും. അങ്ങനെയുള്ള വളരെ നമ്മൾ നിസാരമായി കാണുന്ന പല കാര്യങ്ങളും നിഫാഖിന്റെ ഭാഗമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു കാക്കട്ടെ. 11-ാമത്തേത് അൽ അംനു മിൻ മക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ മക്രിൽ നിന്നും സുരക്ഷിതത്വ ബോധം. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പ് നോക്കുന്നുണ്ട്, ഞാൻ ശിർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് എന്നിൽ കുഫറൊന്നും വരൂല, എന്നിൽ ബിദ്അത്തൊന്നും വരൂല, ഞാൻ അഹ്ലുസുന്നയായിട്ട് എപ്പോൾ ഉണ്ടാവും എന്നുള്ള നിർഭയത്വ ബോധം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും എൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനം എനിക്കെതിരാകുമോ എന്ന പേടി വേണം. ചിലർ എങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ മക്രിൽ നിന്ന് നിർഭയരാണ്. അള്ളാഹു എൻ്റെ ജീവിതത്തിൽ, ചില ആൾക്കാർ ബിദഈകളുടെ ക്ലാസ് കേൾക്കും, ബിദഈകളുടെ കൂട്ടത്തിലിരിക്കും. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി പറഞ്ഞതാണ്, ബിദഈകളുടെ കൂട്ടത്തിലിരിക്കും. ഓനെന്താ പറയാന്നറിയോ, എനിക്ക് ഇഷ്ടമൊന്നുമില്ല, ഞാൻ ഹക്ക് പഠിച്ച ആളാണ്, എനിക്ക് ഹക്കും ബാത്തിലൊക്കെ വേർതിരിച്ച് അറിയും, അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ കൂടി നിന്നുകൊണ്ട് ഞാൻ ബിദഈയാവും ചെയ്യില്ല എന്ന് പറയും. ഓൻ അള്ളാഹുവിൻ്റെ മക്രിൽ നിന്ന് നിർഭയനാകുകയാണ്. പേടിക്കണം, അള്ളാഹുവിൻ്റെ ദീൻ ഊരിക്കളയും. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പറയുന്ന പോലെ ഡിസ്മിസ് ആവുക, സസ്പെൻഡ് ആവുക എന്ന് പറയുന്ന പോലെ, എപ്പോഴാണ് സസ്പെൻഡ് സംഭവിക്കുക, എപ്പോഴാണ് ഡിസ്മിസ് സംഭവിക്കുക നമുക്ക് അറിയാൻ കഴിയില്ല. അവിടെ അള്ളാഹുവിൻ്റെ മക്രിൽ നിന്നും ഒരിക്കലും നമ്മൾ നിർഭയരാകാൻ പാടില്ല. അൽ അംനു മിൻ മക്രില്ലാഹ്, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് അള്ളാഹു നമ്മെ ഉണർത്തിയിട്ടുണ്ട്. വളരെ ഗൗരവത്തിൽ പേടിക്കേണ്ട ഒന്നാണ്. എന്താണ് ആയത്തുണ്ട്, വലാ യഅ്മുനു മക്രില്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടവാളികളല്ലാതെ അള്ളാഹുവിൻ്റെ മക്രിൽ നിന്ന് നിർഭയരാകൂല. നിർഭയത്വ ബോധം, എനിക്ക് തിരക്കേടില്ല, ഞാനൊന്നും ആവൂല,
ഞാൻ എല്ലാം തികഞ്ഞു, ഞാൻ നല്ല ഈമാനിലാണ്, ഞാൻ നല്ല അമലാണ് എന്ന ചിന്തയിൽ പോകാം. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഖദർ എനിക്കെതിരെ സംഭവിച്ചേക്കുമോ എന്ന പേടി വേണം. എപ്പോഴും ദുആ ചെയ്യണം അള്ളാഹിനോട്, കൃത്യമായി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് അമലുകൾ ചെയ്യുമ്പോൾ ബോധത്തോടു കൂടി ചെയ്യണം, താല്പര്യത്തോടു കൂടി ചെയ്യണം, ആത്മീയത ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയും. മലയാളത്തിൽ അത് ഏറ്റവും നല്ല വാചകം, ആത്മീയത ഉണ്ടാക്കിയെടുക്കുക. ഉദാഹരണത്തിന് പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയാണ്, പള്ളി അത് അള്ളാഹുവിൻ്റെ ഭവനമാണ്, ഇവിടെ കയറിയാൽ ഞാൻ ഒച്ചുണ്ടാക്കാൻ പാടില്ല, ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണ്, അങ്ങനെയുള്ള ചിന്ത ഉണ്ടല്ല. ഇത് മുഹറം മാസമാണ്, ഈ മാസത്തിന് പ്രത്യേകത ഉണ്ട്, ഇത് മുഹറം 10 നോമ്പ് നോക്കണം, ഞാൻ ഖുർആൻ ഓതുകയാണ്, എനിക്ക് വുദൂ വേണം. അങ്ങനെ മനസ്സിൽ ഇന്ന് കൂലി കിട്ടും, ഇന്ന് അമലാണ്, അത് ചെയ്യണം എന്നുള്ള മനസ്സിലുള്ള ആ ത്വര ഉണ്ടല്ലോ, ആ വ്യഗ്രത, ആ ചെയ്യാനുള്ള ആഗ്രഹം, അതാണ് ആത്മീയത. അതുണ്ടാക്കിയെടുക്കണം. എന്തെന്തേ ചെയ്യുമ്പോൾ ഇത് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുമ്പോൾ അള്ളാഹുവെ അള്ളാഹിനെ ശിക്ഷിച്ചേക്കോ, അല്ലെങ്കിൽ എനിക്ക് ആ തൗഫീക്ക് നഷ്ടപ്പെട്ടേക്കോ, അത് ചെയ്യാൻ എനിക്ക് പറ്റിയില്ലല്ലോ, അത് കൂലിയുള്ള അമലിൽ എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന ചിന്ത നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ അൽ അംനു മക്രില്ല ഉണ്ടാവില്ല. ആ ചിന്ത ഇപ്പോൾ ഉണ്ടാകുമ്പോൾ ചെയ്യണം, നേടണം, അത് ആ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തും, ഫസ്റ്റ് ചെയ്യുന്ന ആൾ ഞാനാകും, ആ പ്രതിഫലം എനിക്ക് കിട്ടണം എന്നുള്ള ചിന്ത ഉണ്ടായിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ചില ആൾക്കാർ കള്ളാരോപണങ്ങൾ നടത്തി, ഖുർആൻ സൃഷ്ടിയാണ് സൃഷ്ടിയല്ല എന്ന വിഷയത്തിലുള്ള പരീക്ഷണത്തിൽ അദ്ദേഹത്തെ ചില വിധേയികൾ ജയിലിലടച്ചു. ജയിലിലടച്ചപ്പോൾ അദ്ദേഹം വെള്ളിയാഴ്ചയായാൽ കുളിച്ച് മാറ്റിയിട്ട് നടന്നിട്ട് പോകുമായിരുന്നു ഗേറ്റ് വരെ, പറാവുകാരെ തിരിച്ചയക്കും, നിത്യവും ഇത് ചെയ്യുമായിരുന്നു. ഒരിക്കൽ ഒരു വെള്ളിയാഴ്ച പറാവുകാരൻ പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ ഞാൻ ഗേറ്റ് തുറന്നു തരൂല, പിന്നെ നിങ്ങൾ എന്തിനാ എപ്പോഴും കുളിച്ച് മാറ്റിയിട്ട് ഇങ്ങനെ ഗേറ്റ് വരെ നടന്നു വരുന്നത്, ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ, അത് ചെയ്തതാണ് ഞാൻ, നാളെ അള്ളാഹു എന്നോട് ചോദിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് അള്ളാഹിനോട് പറയണം. അതിനോട് അപ്പോൾ അത് വെള്ളിയാഴ്ചക്ക് പ്രാധാന്യം കൊടുക്കുക, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത്രയും ചെയ്യുക, ഇതിനൊക്കെയാണ് ആത്മീയത എന്ന് പറയുക. അത് ആധുനിക നമ്മുടെ ആൾക്കാരിൽ നിന്നും അത് ഇല്ലാണ്ടായി പോയിരിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള വിധേയികൾ 2 കൂട്ടരാണ്. ഒന്ന്, ദീനിൽ ഇല്ലാത്ത കാര്യങ്ങളെ ദീനിൽ കടത്തിക്കൂട്ടിയവർ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരുപാട് ഇബാദത്തായി പഠിപ്പിച്ചെന്നവർ വിധേയികൾ ഒരു കൂട്ടര്. അപ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതിൽ ഒരുപാട് ചേർത്തവർ, അവർ വിധേയികളാണ്. അതേപോലെ തന്നെ മറ്റൊരു കൂട്ടരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ ദീനിൽ ഇല്ലാണ്ടാക്കിയവർ. ഇവരിന്ന് കൂടുതലാണ്. പള്ളി നിസ്കരിക്കാനുള്ളതാണ്, നിസ്കരിച്ചാൽ മതി, വേറൊന്നുമില്ല. ഖുർആൻ ഓതാനുള്ളതാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമല്ല. റമദാൻ നോമ്പ് നോക്കുക, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ആത്മീയത അവരിൽ നിന്ന് ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ പലതിനെയും നിഷേധിക്കുന്നവരായി മാറി. മുഹറം നമ്മൾ മാസത്തിന് എന്തിനാണ് ബഹുമാനിക്കുന്നത്? നമ്മൾ വ്യക്തിപൂജയോ ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ, നമ്മൾ അള്ളാഹിനെ മാത്രം ആരാധിക്കുന്ന ആളല്ലേ. മാസത്തെ ആദരിക്കുക എന്നുള്ളത് അതൊക്കെ ഹൈന്ദവരിൽ നിന്നും അന്യമതസ്ഥരിൽ നിന്നും വന്ന കാര്യങ്ങളല്ലേ. വ്യക്തിപൂജ, വസ്തുപൂജ, നമ്മൾ ഇതിൻ്റെ മാസത്തെ ബഹുമാനിക്കുന്നത്. മാസത്തെ ബഹുമാനിക്കൽ അള്ളാഹ് പറഞ്ഞ കാര്യത്തിൽപ്പെട്ടതാണ്, അല്ല അത് താലീമാണ്. മതചിഹ്നങ്ങളെ ബഹുമാനിക്കൽ തഖ്വയുടെ ഭാഗമാണ്, ഈമാന്റെ ഭാഗമാണ്. പക്ഷെ ഇവർക്ക് അതൊന്നുമില്ല, അതിനൊന്നും ആവശ്യമില്ല. അങ്ങനെ മുവഹിദാണ്, ജാറത്തിൽ പോകണ്ട, മുവഹിദാണ് ഞാൻ, 5 വക്ത് നിസ്കരിക്കാൻ പള്ളിയിൽ വരും, ഖുർആൻ ഓതാൻ സമയം കിട്ടി ഖുർആൻ ഓതും. അതിൻ്റെ പുറത്ത് ആത്മീയതയില്ല. അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് റസൂൽ ചെയ്തതാണ്, ഇത് റസൂലുള്ളാഹിയുടെ സുന്നത്താണ്, ഇത് ഇബാദത്താണ് പോലുള്ള താല്പര്യങ്ങളൊന്നും അവർക്കില്ലാത്ത അവസ്ഥ. യുവാക്കളെ ഇത്തരക്കാർ വല്ലാണ്ട് ഫോക്കസ് ചെയ്ത് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഹൃദയത്തിൽ നിന്നും ആത്മീയതയെ ഊരിയെടുത്ത് കളിയാണ്. ഒരു വിധേയികളാണ്, ലാലുകളാണ്. ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസുകളെ തള്ളുക കിക്കൂട്ടയുടെ സ്വഭാവമാണ്. അതൊന്നും ബുദ്ധിക്ക് യോജിക്കുന്നില്ല, സയൻസ് പറഞ്ഞിട്ടില്ല, ശാസ്ത്രത്തോട് യോജിക്കുന്നില്ല, നമ്മുടെ സാഹചര്യത്തിൽ പറ്റിയതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളൊക്കെ ഇത്തരക്കാർ തള്ളുക. ഇവർ ലാലുകളാണ്. ആദ്യത്തെ വിധേയികളെക്കാൾ അപകടകാരികൾ ഇവരാണ്. ആദ്യത്തെ ആൾക്കാർ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി അംഗീകരിച്ചിട്ട് അതിൽ കൂട്ടിയവരാണ്. ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട സുന്നത്തുകളെ തന്നെ അവർ തള്ളുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് രണ്ടാമത്തെ കൂട്ടരെ നമ്മൾ ഏറെ പേടിക്കണം എന്നാണ്. ഇത്തരക്കാരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അവസാനം മുർത്തദ്ദുകളായി ചാകുക എന്നതായിരിക്കും അവരുടെ പര്യവസാനം. മുഖം കറുത്തവരായി മുർത്തദ്ദുകളായി ചാവും. അതാണ് ഇവർക്ക് ഉണ്ടാവുക. എന്നോട് ഒരു അഖിലാനി, ഒരു ബിദഈ, ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു, അജുവക്കാരക്കൊക്കെ ശ്രേഷ്ഠതയൊന്നുമില്ല, അജുവക്കാരൊക്കെ 7 പ്രാവശ്യം കഴിച്ചാൽ
ഒരു ദിവസം 7 അജുവാക്കാരൊക്കെ കഴിച്ചാൽ വിഷം തീണ്ടുകയില്ല, സിഹിർ ബാധിക്കുകയില്ല. അയാൾ പറയാണ് സിഹിർ എന്തായാലും ഇല്ലാത്തതാണ്, ഇനി വിഷം തീണ്ടോ ഇല്ലയോ അത് തിന്ന് തെളിയിച്ച് കാണിച്ചാ നീ എന്നോട് പറയാ. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഹദീസ് എന്തുകൊണ്ടാണ് നിങ്ങൾ തള്ളുന്നത്? സനദിൽ ദുർബലത ഉള്ളതുകൊണ്ടാണോ? ഒരു ഹദീസ് സഹിയാകുന്നതിൽ നിന്നും തടയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണോ? ഒന്നുമല്ല, നിങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കാത്തതുകൊണ്ടാണ്. ഈ ഹദീസ് നിങ്ങൾ ഈ ചോദിച്ച ഇതേ ചോദ്യം എപ്പോഴും പ്രസക്തമായ ചോദ്യമാണ്. സിഹിറില്ല, അജുവക്കാരൊക്കെ 7 എണ്ണം ദിവസവും രാവിലെ കഴിച്ചാൽ വിഷം തീണ്ടുകയില്ല എന്നുള്ളത് നിങ്ങൾ തിന്ന് തെളിയിച്ച് കാണിച്ചു തരണം. അതായത് 7 അജുവക്കാരൊക്കെ തിന്നുകയും ശേഷം വിഷം കുടിച്ച് കാണിക്കുകയും ചെയ്യണം, എങ്കിൽ ഞാൻ അംഗീകരിക്കാം. ഇത് എപ്പോഴും പ്രസക്തമായ ചോദ്യമാണ്. ഈ ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ ചോദിക്കോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ആരെങ്കിലും എല്ലാ ദിവസവും രാവിലെ 7 അജുവക്കാരൊക്കെ കഴിച്ചാൽ അവന് വിഷം തീണ്ടുകയില്ല, സിഹിർ ബാധിക്കുകയില്ല. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ടെന്ന് വിചാരിച്ചോ? ഈ ചോദ്യം അന്നും പ്രസക്തല്ലേ? റസൂലുള്ളാഹി ഈ ഹദീസ് പറയുന്ന അന്നും പ്രസക്തമാണ്. സിഹിർ ഇല്ല, റസൂലുള്ളാഹി നിങ്ങൾ എന്തേ പറയുന്നത്? രണ്ടാമത്തെ റസൂൽ നിങ്ങൾ തിന്ന് കാണിച്ച 7 അജുവക്കാരൊക്കെ തിന്ന് കാണിച്ച് അതിന്റെ വിഷം കഴിക്കും, മരിക്കോ നോക്കാല? തനിച്ച കുഫറാണ്. ഇവർ മുർത്തദ്കളായിട്ട് ചാവും. മരിക്കാൻ നേരത്തെ ഇവർ ഈമാന്റെ ഒരു പ്രകാശമൊത്തുണ്ടാവില്ല. മുഖം കരിവാളിച്ചവരായി മുർത്തദ്കളായി ചാകുക എന്നതായിരിക്കും ഇത്തരക്കാരുടെ അവസ്ഥ. നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇങ്ങനത്തെ അക്രാനികൾ, ഹദീസ് നിഷേധികൾ. അവരൊക്കെ അൽ അംനു മിൻ മക്രില്ല, അള്ളാഹുവിന്റെ മക്രിൽ നിർഭയത്വമുള്ളവർ, നിർഭയത്വബോധം, പേടിയില്ലാത്തവർ. അള്ളാഹു ആ ദുഷിച്ച അമലിൽ നമ്മളെ കാക്കട്ടെ. 12ാമത്തത് അൽ യഅ്സു മിൻ റൗഹില്ല, അള്ളാഹുവിന്റെ റൗഹിൽ നിന്നും, അള്ളാഹുവിന്റെ സുരക്ഷിതത്വത്തിൽ നിന്നും, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും എന്ന് നിരാശപ്പെടുക, അതുണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ മക്രിൽ പേടിക്കുന്നത് പോലെ തന്നെ അള്ളാഹുവിന്റെ റൗഹിനെ പ്രതീക്ഷിക്കുകയും വേണം. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെടുക. വലാ യഅ്സു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിറുകളാണ് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും അള്ളാഹുവിന്റെ സുരക്ഷിതത്വത്തിൽ നിന്നും നിരാശപ്പെടുക. മോമിനികൾ അള്ളാഹുവിന്റെ റഹ്മത്തിനൊപ്പം പ്രതീക്ഷിക്കുന്ന ആളാണ്. ഇത് രണ്ടും ഒന്നിച്ചുണ്ടാവണം. അൽ അംനു മിൻ മക്രില്ല ഉണ്ടാകാൻ പാടില്ല, അതുപോലെ തന്നെ അൽ യഅ്സു മിൻ റൗഹില്ലയും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നവരാകണം നമ്മൾ, അതേപോലെ അള്ളാഹുവിന്റെ മക്രിനെ പേടിക്കുന്നവരുമാകണം നമ്മൾ. എൻ്റെ ജീവിതത്തിൽ എനിക്കെതിരെ അള്ളാഹിന്റെ തീരുമാനം ഉണ്ടാകുമോ എന്ന പേടി വേണം. അള്ളാഹുവിന്റെ റഹ്മത്തിനെ എപ്പോഴും പ്രതീക്ഷിച്ചും കൊണ്ട് ജീവിക്കുകയും ചെയ്യണം. എൻ്റെ അള്ളാഹു എന്നെ പരിഗണിക്കും, എൻ്റെ അള്ളാഹു എന്നെ കൈവിടുകയില്ല, എനിക്ക് എൻ്റെ അള്ളാഹ് പുറത്തു തരും. അള്ളാഹ് പറഞ്ഞതാണ്, എത്ര പാപം ചെയ്താലും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. പാപം ചെയ്യാണ്ട ജീവിക്കുന്നതെങ്കിൽ നിങ്ങളെ നശിപ്പിച്ചിട്ട് പാപം ചെയ്യുന്ന ഒരു കൗമിനെ ഞാൻ കൊണ്ടുവരും, അവരെ കൊണ്ട് ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യിപ്പിക്കുന്ന അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും ഒരിക്കലും നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. യഅ്സു മിൻ റൗഹില്ല. ലാസ്റ്റ് 13ാമത്തേത് ജമീഉ കബായിരി ദുനൂബ് അല്ലതി വറദത് ഫിൽ കിതാബി വസുന്ന, ഖുർആനിൽ സുന്നത്തിൽ വന്ന സകല വൻപാപങ്ങളും നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കർമ്മങ്ങളാണ്. ഒരുപാട് ഹദീസുകളിൽ വൻപാപങ്ങളായി പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ട് തന്നിട്ടുണ്ട്. സിഹിർ വൻപാപമാണ്, സിഹിർ ചെയ്യൽ. കൊല വൻപാപമാണ്, ഷിർക്ക് വൻപാപമാണ്, സിന വൻപാപമാണ്, യുദ്ധത്തിൽ നിന്ന് പേടിച്ചോടൽ വൻപാപാണ്, പതിവൃതികളായ പെണ്ണുങ്ങളെ കള്ളമാരോപണം സിന ആരോപിക്കൽ വൻപാപാണ്, മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കൽ, അവരെ പ്രയാസപ്പെടുത്തൽ വൻപാപാണ്, ഗീബത്ത് വൻപാപമാണ്. ഇപ്പോൾ ഒരുപാട് വൻപാപങ്ങൾ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കർമ്മങ്ങളാണ്. അതിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്, വിട്ടു നിൽക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി ലാസ്റ്റ് ഒരു ചർച്ചയാണ്. ഇൻഷാല്ലാ അത് അടുത്ത ആഴ്ച വായിക്കാം. ഇൻഷാല്ലാ അടുത്ത ആഴ്ചയോട് കൂടി അൽഹംദുലില്ലാ ഇൻഷാല്ലാ നമ്മുടെ ഈ കിതാബിൻ്റെ വായന പൂർത്തിയാകും. ലാസ്റ്റ് ചർച്ച അതാണ്, എങ്ങനെയാണ് നമ്മുടെ നഫ്സിനെയും നമ്മുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് എന്നുള്ള ഒരു ചെറിയൊരു വസിയത്താണ് ഷെയ്ഖ് അവറുകൾ അവസാന പാഠത്തിൽ നൽകുന്നത്. ഇൻഷാല്ലാ ഇതിനില്ല അടുത്ത ആഴ്ചയോട് കൂടി നമുക്കത് വായിച്ച് പൂർത്തിയാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിനെ അനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയും ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.